Again, welcome back to Learnly. Next question. Motion in a straight line question ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രീ ആയിട്ട് റീഡ് ചെയ്യാണ്, റിലാക്സ് ആയിട്ട് റീഡ് ചെയ്യാണ്. A car starts from rest and accelerates uniformly to a speed of 180 km/h in 10 seconds. The distance covered by the car in this time interval is. സിമ്പിൾ ക്വസ്റ്റ്യനാ, അതായത് ബേസിക് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. നോക്കണേ, എ കാർ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. എടാ റെസ്റ്റ് എന്ന് കണ്ടോ? എ കാർ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് അല്ലെങ്കിൽ എ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. ആ റെസ്റ്റ് എന്ന് കണ്ടാൽ എനിക്ക് ആദ്യം ഒരു ഡാറ്റ എഴുതാൻ പറ്റും. യു ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഇനി നോക്കണേ, യു ഈക്വൽ ടു 0. ഇനി നോക്കാൻ, ആൻഡ് ആക്സിലറേറ്റ് യൂണിഫോംലി ടു എ സ്പീഡ് ഓഫ് 180 km/h ഇൻ 10 സെക്കൻഡ് ആണ്. വി തന്നിട്ടുണ്ട്. വി ഈക്വൽ ടു 180 km/h ആണ്. 180 km/h ആണ്. അപ്പൊ ശ്രദ്ധിക്കണേ, 180 ഇൻറ്റു ഈ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതായത് രണ്ടാമത് തന്ന വെലോസിറ്റി, ആദ്യത്തെ വെലോസിറ്റി യു ഈക്വൽ ടു 0 എന്ന് എഴുതി വെച്ച്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന രണ്ടാമത്തെ വെലോസിറ്റി അത് വി ആയിരിക്കും, ഫൈനൽ വെലോസിറ്റി ആയിരിക്കും. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാണ്. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണേ നമുക്കറിയാം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻ 18 there is only 118. In 180 there are 10 18. So 10 into 5 എന്ന് വെച്ചാൽ എത്രയാ? 50 ആണ്. 50 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ഇവിടെ ഒരു ടൈമും കൂടി തന്നിട്ടുണ്ടല്ലോ. ടൈം എത്രയാണ്? 10 സെക്കൻഡ് ആണ്. അപ്പൊ ടി സി ഈക്വൽ ടു എന്ത് എഴുതി വെക്കാം? 10 സെക്കൻഡ് എന്ന് എഴുതി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ സി ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. എ സി ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. സോ വിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കാം? 50 എന്ന് കൊടുക്കാം. യുവിന്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുക്കാം. ടീന്റെ സ്ഥാനത്ത് 10 എന്ന് കൊടുക്കാം. സോ 50/10 ഈസ് ഈക്വൽ ടു 0 കട്ടായി 50/10 ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എ സി ഈക്വൽ ടു നമുക്ക് കിട്ടി. എ സി ഈക്വൽ ടു എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? ആക്സിലറേഷൻ ചോദ്യം എന്തായിരുന്നടാ? ദ ഡിസ്റ്റൻസ് കവേർഡ്. ഞാൻ വെറുതെ എന്തോ ആക്സിലറേഷൻ കണ്ടുപിടിച്ച് അല്ലേ? ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇൻ ദിസ് ടൈം ഇന്റർവെൽ എന്നാ ചോദിച്ച് അല്ലേ? സോ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എടാ വെറുതെ ആയിട്ടൊന്നുമില്ല, എന്തായാലും വേണം അല്ലേ? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇൻ ഡ്യൂറിങ് ദിസ് ടൈം ഇന്റർവെൽ. ടൈം ഇന്റർവെൽ എത്രയാ തന്നിട്ടുണ്ട്? ടി ഇസ് ഈക്വൽ ടു 10 ആണ് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണ് എസ് ഇസ് ഈക്വൽ ടു നോക്കി. എസ് ഇസ് ഈക്വൽ ടു യുവിന്റെ സ്ഥാനത്ത് നമുക്കറിയായിരുന്നു 0 ആയിരുന്നു. 0 ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ ആ ടേം മൊത്തത്തിൽ 0 ആയിട്ട് മാറി. ഹാഫ് ഇൻറ്റു എന്റെ സ്ഥാനത്ത് എത്ര കിട്ടിയേ? എത്രയുടെ കിട്ടിയേ? എ 5 ആണ് അല്ലേ? 5 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ഇൻറ്റു 10 ആണ് അല്ലേ? അപ്പോൾ 2 2 1 ടൈംസ് 10 2 എത്ര ടൈംസ് ആ? 5 ആണ്. സോ 5 ഇൻറ്റു 10 25 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറും? 250 മീറ്റർ ആയിട്ട് മാറും. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? 250 ഉണ്ടോ? സോ ഓപ്ഷൻ നമ്പർ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. റെഡി അല്ലേ? ഓപ്ഷൻ നമ്പർ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. A particle moving along a straight line, ഫ്രീ ആയിട്ട് വായിക്കുകയാണ്, covers half of the distance with a speed 3 meter per second. The other half of the distance is covered in 2 equal time intervals with a speed of 4.5 meter per second and 7.5 meter per second. The average speed of the particle is. The average speed of the particle is. ഇതാണ് ക്വസ്റ്റ്യൻ. The average speed of the particle is. Average speed of the particle is ഇല്ലേ? ആവറേജ് സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ്. ഇപ്പൊ ശ്രദ്ധിക്കണേ, എടാ പറയുന്നത് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ കവേഴ്സ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? ആദ്യത്തെ ഹാഫ് അല്ലേ? ഞാൻ പറയണ ആദ്യം ഇങ്ങനെ അസ്യൂം ചെയ്യാണ് അല്ലേ? നമുക്ക് 2 ഫോർമുലയുണ്ട്. ഹാഫ് ഡിസ്റ്റൻസ് ഫോർമുലയുണ്ട്, ഹാഫ് ടൈം ഫോർമുലയുണ്ട് അല്ലേ? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഹാഫ് ഡിസ്റ്റൻസ് ഫോർമുല ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, ഹാഫ് ഡിസ്റ്റൻസ് ആണ്.
ഹാഫ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് വെച്ചാൽ എനിക്കറിയാം വി ആവറേജ് ഇസ് ഈക്വൽ ടു 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ആണ്. ഇനി ഹാഫ് ടൈം ഫോർമുല ഉണ്ട് അല്ലേ? ഹാഫ് ടൈം ഫോർമുല എന്ന് വെച്ചാൽ ഓർമ്മിച്ച് വെച്ചോ v1 പ്ലസ് v2 ബൈ 2 ആയിരിക്കും. ഹാഫ് ഡിസ്റ്റൻസ് ഫോർമുല ഉണ്ട്, ഹാഫ് ടൈം ഫോർമുല ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു ഞാൻ ഇവിടെ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ കവേഴ്സ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ആ പറയുന്നത്. ഞാൻ ആദ്യം പറയാണ് എ മുതൽ ബി വരെ എത്തണടാ. എ മുതൽ ബി വരെ എത്തണം. എ മുതൽ ബി വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം ഒന്ന് അസ്യൂം ചെയ്യാം. എ മുതൽ ബി വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ പറയാണ് 2000 മീറ്റർ ആണ്. അതിൻ്റെ ഹാഫ് ആദ്യത്തെ 1000 മീറ്റർ, ആദ്യത്തെ 1000 മീറ്റർ ഇയാൾ പോകുന്നത് എത്ര സ്പീഡിലാടാ? 3ലാണ് പോകുന്നത്. അങ്ങനെ അടുത്ത ഹാഫും കൂടി അയാൾ പറഞ്ഞാൽ നിൽക്കട്ടെ, സിമ്പിളാണ്. 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ രണ്ടാമത് വേറൊരു കണ്ടീഷനാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, രണ്ടാമത് വേറൊരു കണ്ടീഷനാണ് പറയുന്നത്. ദ അതർ ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ഈസ് കവേർഡ് ഇൻ 2 ഈക്വൽ പാർട്സ് ആണ് അല്ലെ? 2 ഈക്വൽ ടൈം പാർട്സ് ആണ്. അതായത് ആദ്യത്തെ 1000 3000 പോയി അല്ലെ, സോറി 3ൽ പോയി. ഇനി രണ്ടാമത്തെ 1000 മീറ്റർ പോകുന്ന 2 ടൈം ഇൻ്റർവെലാണ്. 2 ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഞാൻ എ കൊടുത്ത് ബി കൊടുത്ത് സി കൊടുത്ത് ഞാൻ പറയാണ് സി മുതൽ ബി വരെ ആദ്യം 5 സെക്കൻഡ് ആണ് അസ്യൂം ചെയ്യാൻ. ആകെ 5 സെക്കൻഡ് ആണ് അസ്യൂം ചെയ്യാൻ അല്ലേ? ദ അതർ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ഈസ് കവേർഡ് ഇൻ 2 ഈക്വൽ ടൈം ഇൻ്റർവെൽ വിത്ത് സ്പീഡ് ഓഫ് 4.5 ആൻഡ് 7.5. അതായത് ആദ്യത്തെ 2 പോയിന്റ് സി മുതൽ ബി വരെ നമ്മൾ ടൈം അസ്യൂം ചെയ്യുന്ന എത്രയാടാ? 5 ആണ്. ശ്രദ്ധിക്കണേ ഒന്നുകൂടി, സി മുതൽ ബി വരെ നമ്മൾ അസ്യൂം ചെയ്യാണ് എത്താൻ എടുക്കുന്ന ടൈം 5 ആണ്. അങ്ങനെയാണ് ആദ്യത്തെ 2.5 എന്നുള്ള ആ ടൈം ഇത് പോകുന്നത് എത്രയല്ല പോകുന്നത്? 4.5ലാണ് പോകുന്നത്. നെക്സ്റ്റ് 2.5 എത്രയല്ല പോകുന്നത്? 7.5 ആണ്. അങ്ങനെയാണ് സി മുതൽ ബി വരെ ഏത് ഫോർമുല ഉപയോഗിക്കാം? ഹാഫ് ടൈം ഫോർമുല ഉപയോഗിക്കാം. എ മുതൽ ബി വരെ ഡയറക്റ്റ് നമുക്ക് ഹാഫ് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ സി മുതൽ ബി വരെയുള്ള സ്പീഡ് കിട്ടണം. ഓക്കെ, സി മുതൽ ബി വരെയുള്ള ആവറേജ് സ്പീഡ് കിട്ടാൻ അവിടെ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. സി മുതൽ ബി വരെ എന്താണ്? 2 ടൈം ഈക്വൽ പാർട്സിലാണ് പോകുന്നത്. 2 ഈക്വൽ ടൈം പാർട്സിലാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ഹാഫ് ഓഫ് ദി ടൈം 4.5, നെക്സ്റ്റ് ഹാഫ് ഓഫ് ദി ടൈം എത്രയാണ്? 7.5. അങ്ങനെയാണ് സി മുതൽ ബി വരെയുള്ള ആവറേജ് സ്പീഡ് നോക്കണേ. സി മുതൽ ബി വരെ മാത്രമുള്ള ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ 4.5 പ്ലസ് 7.5 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ദാറ്റ് മീൻസ് എത്രയായിരിക്കും? 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ? 11 12 ബൈ 2 എത്രയാ? 6 ആണ്. ഇനി നോക്കിയേ, ഇനി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാഫ് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. കാരണം എ മുതൽ സി വരെ 3, സി മുതൽ ബി വരെ എത്ര കിട്ടി? 6 കിട്ടി. ഇനി ഹാഫ് ഡിസ്റ്റൻസ് ഫോർമുല ധൈര്യത്തിൽ ഉപയോഗിച്ചോ. v1ന്റെ സ്ഥാനത്ത് 3 എന്ന് കിട്ടും, v2ന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ആരെ കിട്ടി? 6 എന്ന് കിട്ടി. ഇനി ആവറേജ് ഫോർമുല, ഹാഫ് ഡിസ്റ്റൻസ് ഫോർമുല നമുക്കറിയാം 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ആണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, 2 ഇൻറ്റു v1ന്റെ സ്ഥാനത്ത് 3 കൊടുത്ത് v2ന്റെ സ്ഥാനത്ത് 6 കൊടുത്ത് v1 പ്ലസ് v2 എന്ന് വെച്ചാൽ 3 പ്ലസ് 6 ആണ്. സോ 2 ഇൻറ്റു 3 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 9 ആണ്. 3ൽ 3 1 ടൈംസ്, 9ൽ 3 ടൈംസ്, 3ൽ 3 1 ടൈംസ്, 6ൽ 3 2 ടൈംസ്. 2 ഇൻറ്റു 2 എത്രയാ? 4 ആണ്. അത് ഓപ്ഷൻ ഉണ്ടോ? തെറ്റിയോ? സോ ഓപ്ഷൻ നമ്പർ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അതായത് ഹാഫ് ടൈം ഫോർമുലയും ഹാഫ് ഡിസ്റ്റൻസ് ഫോർമുല ഒരൊറ്റ പ്രോബ്ലം സോൾവ് ചെയ്ത് ചോദിച്ചു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നോക്കണേ. എ കാർ മൂവ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. ഇറ്റ് കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h ആൻഡ് സെക്കൻഡ് ഹാഫ് അറ്റ് സ്പീഡ് v. If the average speed is 40 km/h, then the value of v is. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എ കാർ മൂവ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ ആണ്. ഒരു കാറ് എ എന്ന് ബിയിലോട്ടേക്ക് പോവാണടാ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറയാണ് എത്ര ഉണ്ടടാ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞല്ല, ക്വസ്റ്റ്യനർ പറഞ്ഞതാണ് 200 മീറ്റർ ഉണ്ട്. ഇറ്റ് കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് അല്ലേ? ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ്, അതായത് ആദ്യത്തെ 100 മീറ്റർ ഇത് പോകുന്ന ഏത് വെലോസിറ്റിയിലാടാ പറയുന്നുണ്ട്? എത്രയല്ല പറയുന്നത്? 60 ആണ് അല്ലേ? അങ്ങനെയാണ് v1 is equal to നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും 60 എന്ന് എഴുതി വെക്കാൻ പറ്റും. ഇനി പറയുന്നത് ആൻഡ് സെക്കൻഡ് ഹാഫ് അറ്റ് എ സ്പീഡ് ഓഫ് v ആണ്. അതായത് നെക്സ്റ്റ് 100 മീറ്റർ ഇത് പോകുന്നത് എത്രയിലാണ്? v-ലാണ്. അങ്ങനെയാണ് v2 is equal to നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും v എന്ന് കൊടുക്കാൻ പറ്റും. എന്നിട്ട് പറയുന്നുണ്ട് ഇഫ് ദ ആവറേജ് സ്പീഡ് ഈസ് 40 km/h. ഒന്നുമില്ലടാ, v ആവറേജ് is equal to 40 എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് v. വിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം.
എടാ ഹാഫ് ഡിസ്റ്റൻസ് എന്ന് കണ്ടാൽ ആവറേജ് ഫോർമുല അറിയണം. വി ആവറേജ് is equal to 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ആണ് അല്ലേ. വി ആവറേജ് സ്ഥാനത്ത് 40 കൊടുക്കുക. 2 ഇൻറ്റു v1 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 60. v2ന്റെ സ്ഥാനത്ത് v എന്ന് കൊടുക്കുക. v1ന്റെ സ്ഥാനത്ത് വീണ്ടും നിങ്ങൾക്ക് 60 എന്ന് കൊടുക്കുക. v2ന്റെ സ്ഥാനത്ത് വീണ്ടും എന്ത് കൊടുക്കുക, v എന്ന് കൊടുക്കുക. അതായത് ഇങ്ങനെയായിട്ട് മാറും 40 is equal to 120v ഡിവൈഡഡ് ബൈ 60 പ്ലസ് v ആണ്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു സീറോയും ഇവിടുത്തെ ഒരു സീറോയും കട്ടായി അല്ലേ. 4ൽ 4 എത്ര ടൈംസ് 1ൽ, 12ൽ 4 എത്ര ടൈംസ് 3ൽ. സോ 1 is equal to 3v ഡിവൈഡ് ബൈ എന്ത് കിട്ടും, 60 പ്ലസ് v എന്ന് കിട്ടും. ഇനി 60 പ്ലസ് വിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. സോ 1 ഇൻറ്റു 60 പ്ലസ് വി എന്ന് വെച്ചാൽ 60 പ്ലസ് വി അപ്പുറം എന്താ 3v ആണ്. സോ 60 is equal to 3v മൈനസ് വി, ദാറ്റ് ഇസ് മീൻ എത്രയായി 2v ആണ്. അപ്പം ആൻസർ ആയി നമുക്ക് എന്താ 60 is equal to 2v ആണെങ്കിൽ v is equal to എത്രയാ 60/2. 60/2 എന്ന് വെച്ചാൽ എത്രയാ 30 ആണ്. 30 km/h is the correct answer. 30 km/h is the correct answer. പ്രശ്നമുണ്ടോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ, എ പാർട്ടിക്കിൾ കവേഴ്സ് 150 meter in 8 seconds starting from rest, its acceleration is. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആടാ അല്ലേ. എ പാർട്ടിക്കിൾ കവേഴ്സ് 150 meter in 8 second ആണ് അല്ലേ. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡിന്റെ എക്സ്പ്രഷൻ അറിയാം. എസ് nth is equal to u പ്ലസ് a/2 ഇൻറ്റു 2n മൈനസ് 1. ഇതാണ് എക്സ്പ്രഷൻ അല്ലേ. എ പാർട്ടിക്കിൾ കവേഴ്സ് 150 meter in 8 seconds അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്, എന്ത് കൊടുക്കാം 150 എന്ന് കൊടുക്കാം അല്ലേ. സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആണ്, അപ്പൊ ധൈര്യത്തിൽ കൊടുത്തോ. സീറോന്റെ യുവിന്റെ വാല്യൂ 0 ആയിരിക്കും. a/2 ഇൻറ്റു 2 ഇൻറ്റു n എന്ന് വെച്ചാൽ nth സെക്കൻഡ്, ഇവിടെ എന്ത് കൊടുക്കുക 8 എന്ന് കൊടുക്കുക മൈനസ് 1. സോ 150 is equal to നോക്കണേ, 150 is equal to a/2 ഇൻറ്റു 2 ഇൻറ്റു 8 16. 60 മൈനസ് 1 എന്ന് വെച്ചാൽ എത്രയായിട്ട് മാറിയടാ 15 ആയിട്ട് മാറി അല്ലേ. സോ 150 is equal to a/2 ഇൻറ്റു 15 ആണ്. 50ൽ 50 1 ടൈംസ്, 150ൽ 50 10 ടൈംസ്. സോ 2 ഇൻറ്റു 10 is equal to എന്ത് കിട്ടി, a എന്ന് കിട്ടും. ദാറ്റ് ഈസ് 20 is equal to a ആണ്. എൻ്റെ വാല്യൂ 20 m/s². സിമ്പിൾ അല്ലേ അല്ലേ. ഇത് മാത്രം വെച്ചേക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആയിരിക്കും. എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് a/2 ഇൻറ്റു 2n മൈനസ് 1. ഓക്കെ, ലോങ് ആയി പോയി തോന്നുന്നു. അപ്പോൾ അടുത്ത ഒരു 4 ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ അതുവരെ എന്താക്കുക, തന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക. ഇതേപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.